നടിപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രമെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നല്ലോ വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം ആദ്യ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ചിത്രത്തിന്റെ ആദ്യ രണ്ടാഴ്ചത്തെ 14 ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നടിപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കി അടൂരി അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്ന സിനിമ. മമിത ബൈജു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായിട്ട് മാറുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 14 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 52 കോടി 5 ലക്ഷം രൂപയെ, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 53 കോടി 50 ലക്ഷം രൂപയെ, കേരള ബോക്സ് ഓഫീസ് നേട്ട് 7 കോടി 65 ലക്ഷം രൂപയെ, കർണാടക ബോക്സ് ഓഫീസ് നേട്ട് 16 കോടി 10 ലക്ഷം രൂപയെ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലായിട്ട് 1 കോടി 75 ലക്ഷം രൂപയെ സ്വന്തമാക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം 131 കോടി 40 ലക്ഷം രൂപ സ്വന്തമാക്കി. ഓവർസീസിനായിട്ട് 62 ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 193 കോടി 50 ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ 200 കോടി കടക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഡേ ബൈ ഡേ സ്വന്തമാക്കുന്നത്. കറുപ്പിന് ശേഷം എത്തിയ സൂര്യ ചിത്രം ഒരു ഫാമിലി എൻ്റർടൈനറായിട്ട് മാറിയ ചിത്രം ഇപ്പോഴും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ സൂര്യയുടെ കരിയറിലെ മറ്റൊരു 200 കോടി ചിത്രമായിട്ട് വിശ്വനാഥൻ സൺസ് മാറുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്ന സൂര്യ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.